മിനിസ്റ്റർ പറയട്ടെ. അഭ്യർത്ഥിക്കുന്നത് ഇതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഫ്ലോർ ഓർഡർ ആക്കിയിട്ട് പറയാം. തിരിച്ചു വിളിക്കണം. അവര് ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ അദ്ദേഹം പറയട്ടെ. മിനിസ്റ്റർ അവിടെ ഇരിക്കെ പ്ലീസ്, മിനിസ്റ്റർ അവിടെ ഇരിക്കെ പ്ലീസ് അദ്ദേഹം പറയട്ടെ. സാർ, ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. ഷംസുദ്ദീനോട് ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനോട് പറയണോ? അന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്, ശുദ്ധ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധനാ ഗൈഡ് ലൈൻ ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാർ, ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി. ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. സാർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, ഇതൊരു പകർച്ചവ്യാധി അല്ല. സാർ, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്രകോപിതനാവല്ല പ്ലീസ്. നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കാം. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ്. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. ഷംസു പ്ലീസ്. നിങ്ങളൊരു സീനിയർ അംഗമാണ്, അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചെയർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചെയർ തന്നെ പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. മിനിസ്റ്റർ അവിടെ ഇരിക്കെ. ചെയർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചെയർ തന്നെ പറഞ്ഞു. കണ്ടിന്യൂ. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത്, സാർ, ഞാൻ പറയട്ടെ. പ്ലീസ് മറുപടി പറയാൻ ഞാൻ ചോദിക്കുന്നു. പ്ലീസ് ഒന്ന് മറുപടി പറയാൻ പ്ലീസ്. അദ്ദേഹം മറുപടി പറയട്ടെ. അടുത്ത പണിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടെ മീറ്റിംഗ് എടുത്തിരുന്നു സാർ. വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ, മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. സാർ, ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ്. ഈ ഡോക്യുമെന്റിൽ 14 ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സാർ, ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോള്ളട്ടെ. സാർ, ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് 95 പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും 95. സാർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം 132. പാലക്കാട് മാത്രമാണ് സാർ പറയുന്നത്. മറ്റു യോഗങ്ങളുടെ എണ്ണം 341. പരിശീലനങ്ങളുടെ എണ്ണം 194. മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സാർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ? സാർ, ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്, ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും
നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ വകുപ്പും ഹരിതകേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സാർ ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സാർ, ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധന ഗൈഡ് ലൈൻ ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ. ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി, ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു സാർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു സാർ. ഇതൊരു പകർച്ചവ്യാധി അല്ല സാർ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പ്രകോപിതനാവല്ല പ്ലീസ്. നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കാം. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ്. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് ഷംസു പ്ലീസ്. നിങ്ങളൊരു സീനിയർ അംഗമാണ്, അങ്ങനെയൊന്നും സംസാരിക്കരുത്. തന്നില്ലെങ്കിൽ അത് പറയാം. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ്. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. യെസ്. ശ്രീ സജി ചെറിയാൻ പ്ലീസ് അവിടെ ഇരിക്കും പ്ലീസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കെ. അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അത് ചെയർ തന്നെ പറഞ്ഞു. അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചെയർ തന്നെ പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. യെസ്, മിനിസ്റ്റർ അവിടെ ഇരിക്കെ. ചെയർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചെയർ തന്നെ പറഞ്ഞു. യെസ്, കണ്ടിന്യൂ. യു പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത് സാർ, ഞാൻ പറയട്ടെ പ്ലീസ് മറുപടി പറയാൻ ഞാൻ ചോദിക്കുന്നു. പ്ലീസ് ഒന്ന് മറുപടി പറയാൻ പ്ലീസ്. അദ്ദേഹം മറുപടി പറയട്ടെ. എന്തിനെങ്ങനെ മറുപടി പറയും? പ്രകോപിതനാവേണ്ട കാര്യം എന്നാ? ലുക്ക് അതല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. പ്ലീസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങ് മണ്ഡലത്തില്ല എന്ന് പറഞ്ഞൊന്നുമില്ല. യെസ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. യെസ്. അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. യെസ്. അങ്ങ് നടത്തിയ പരാമർശം തെറ്റാണ്. അങ്ങേ പോലെ ഒരു മുതിർന്ന അംഗം, ശ്രീ ഷംസുദ്ദീനെ പോലെ ഒരു മുതിർന്ന അംഗം ഇത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. അങ്ങ് നടത്തിയ പരാമർശം എന്താ? അത് ശരിയല്ല. അങ്ങേ പോലത്തെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ. യെസ്, മിനിസ്റ്റർ കണ്ടിന്യൂ പ്ലീസ്. അവിടെ പോയിരിക്കും ചെയറിലേക്ക്. അങ്ങേ പോലെ ഒരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. ലുക്ക് ചിലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. പക്ഷെ എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല. അവിടെ ഇരിക്കും പ്ലീസ്. മിനിസ്റ്റർ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഫ്ലോർ ഓർഡർ ആക്കിയിട്ട് പറയാം. തിരിച്ചു വിളിക്കണം. അവര് ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ. അദ്ദേഹം പറയട്ടെ. യെസ്. മിനിസ്റ്റർ അവിടെ ഇരിക്കെ. പ്ലീസ്. അദ്ദേഹം പറയട്ടെ. സാർ, ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.
അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിച്ച് ഒരുപക്ഷെ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം, പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല. പ്ലീസ് പ്ലീസ് അവസരം കൊടുത്തില്ലെങ്കിൽ നോ ഞാൻ കേട്ടല്ലോ റെക്കോർഡ് ചെയർ കേൾക്കുന്നതിനപ്പുറത്ത് എന്ത് റെക്കോർഡാണ്? ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് റെക്കോർഡാണ്? ഞാൻ കേട്ടല്ലോ, ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായി ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും. ശരിയല്ലല്ലോ. Yes, Minister. Order, please. Yes. Sir, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ശംസുദ്ദീൻ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനോട് പറയണോ? അന്ന് പറഞ്ഞല്ലോ ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്, ശുദ്ധ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അയാൾ മാപ്പ് പറയണം. അങ്ങനത്തെ പദപ്രയോഗം വരണ്ട. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ. സർ ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ, ഇവര് പുറത്തേക്ക് പോയി, പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനെയുണ്ട്. അവരുടെ വിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കട്ടെ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഇത് മാറ്റാനായിട്ട് കഴിയുമോ? ചർച്ച ചെയ്യാലോ സാർ. അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. ഇന്ന് ഞാൻ കാണുന്നത് DYFI അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ. അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ, അതിന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സാർ? അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ. കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലേറിയ ആണെങ്കിൽ സാർ 98% മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ. അതുപോലെ സാർ അക്കാൻഡമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ അത് അവിടെ നിന്ന് ഒരു 60% മുകളിൽ മോർട്ടാലിറ്റി ഉള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പൊ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു 24% ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അതിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത്. അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ, ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം സാർ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത വകുപ്പും അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സാർ ഈ അറിയാതെ പോകുമായിരുന്ന, ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉറവിടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു സാർ. ഇവിടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഞാനിവിടെ വെച്ചതുകൊണ്ട് സാർ അതിലേക്ക് വിശദമായിട്ട് ഈ അവസരത്തിൽ പോകുന്നില്ല. ഈ ബഹുമാനപ്പെട്ട അംഗങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള
മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ തൊട്ടടുത്ത് സർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് 25-ാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുക. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് 23 എന്നുള്ളത് 22 എന്നുള്ളത് 25-ലേക്ക് മാറ്റിയത്. എന്താണെന്ന് അറിയുമോ സാർ? അവിടെ 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ. അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നിയോ നേറ്റൽ ICU ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ വാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ്. അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ, ഗോത്രവർഗ വിഭാഗത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 28.9% ആയിരുന്നു സാർ. 28.9%. 2012-ലെ കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2025-26 അവിടെ 6.8 ആയിട്ട് അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സാർ. അവിടെ ഒരു പെൺ കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ടാണ്, പെൺറിക കൂട്ട എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സാർ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത്. ഇനി താഴേക്ക് വന്നാൽ മണ്ണാർക്കാട്